എന്റെ ട്യൂഷൻ മോനെ എന്താ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. മനുഷ്യനായിരുന്നോ? ഞാൻ വിചാരിച്ച വല്ല പെരിച്ചാഴിയായിരിക്കുമെന്ന്. ആ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 14, 15 വയസ്സുള്ള ചെറുതുകളുടെ ബഹളമാണ്. ഞാൻ കുരുത്തം കെട്ടവനെ ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിക്കൂടാ. നീയൊക്കെ എവിടെ ചെന്ന് എത്തുവാടാ? ആട്ടെ, ഇന്നലെ നീ എന്താ ക്ലാസ്സിൽ വരാഞ്ഞത്? ആ മേലാൽ ഇതാവർത്തിക്കരുത്. ഞാൻ അളിയനോട് പറയാം. ദൈവമേ, ഇതാ പറഞ്ഞ നിന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. ആ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ? ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? 56, 65 എത്ര പറയണ? എടാ വൃത്തികെട്ടവന് ഇംഗ്ലീഷിലാകെ 26 അക്ഷരമേ ഉള്ളൂ. മനസ്സിലായോ? അതിലിഷ്ടപ്പെട്ട ഒരു അക്ഷരം മോൻ പറഞ്ഞേ. ദൈവമേ, ഏയോ ഏയോടാ? ആ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളല്ലേ, ഞങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുക. ഭാഗ്യം. ദൈവമേ, അപ്പൊ മോനിങ്ങനെ മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. ഇത്ര ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതാണ്. നോക്കി നോക്കി സംസാരിക്കുക കേട്ടോ. നമുക്ക് നിറത്തെ കുറിച്ച് പഠിക്കാം. കുഞ്ഞാക്കോവിന്റെ പടം അല്ല നിറം. കുഞ്ഞാക്കോവിന്റെ പടം നിറം, അത് വേറെ. നമ്മൾ പഠിക്കാൻ പോകുന്ന നിറം. നിറത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? കളേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? ചുവപ്പിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? നീലയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ബ്ലൂ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നീലം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഒറ്റയടിക്ക് നിന്റെ ബ്ലൂ ഞാൻ താഴെ ഇടും. ഞാൻ മര്യാദക്ക് നിന്നില്ലെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് കണക്ക് പഠിക്കാം. നീ കണക്കാ, അതെനിക്കറിയാം. അതല്ല, കണക്ക് പഠിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? റൈറ്റ് ഐഡിയ എന്നാണല്ലോ. എടാ, എന്തെങ്കിലും പറയുമ്പോൾ സ്ഫുടമായിട്ട് പറയണം. മാത്യൂസ് നല്ല കണക്കിന് പറയുന്നത്. കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മാത്യൂസ്. മനസ്സിലായോ? അത് തന്നെ. മാഷമോനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ. 2 2 4 4 4 8 8 8 16. അങ്ങനെയാണെങ്കിൽ 2986 3824 എത്ര? നമുക്ക് കണക്ക് വേണ്ട, കണക്ക് വിട്ടേക്കാം കേട്ടാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സയൻസ് ആണ്. സയൻസ്, ജീവശാസ്ത്രം. അത് തന്നെ. ഈ മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എടാ, മഴ ഉണ്ടാക്കണതല്ല ചോദിച്ചത്. മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എന്നതാടാ അത്? ആണോ? നമ്മുടെ അറബിക്കടലിലെ വെള്ളമെല്ലാം കൂടെ ആകാശത്തിലേക്ക് പൊങ്ങും. എന്നിട്ട് കുറെ എണ്ണം കോട്ടയം വഴി പെരുമ്പാവൂര് കയറി അടിമാലി ചെന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് ഒരു നീന്തൽവെള്ളമൊക്കെ വലിക്ക് വെടിയും പറഞ്ഞ് എത്രയേറെ പറയുന്നതാണ്. അങ്ങനെയാ മഴ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണ് മഴ ഉണ്ടാവണതല്ലേ? ഈ കണക്കിന് മഴ ഉണ്ടായാൽ നിന്റെ കാര്യം പോക്ക. ഇനി ബയോളജി, ചരിത്രം കേട്ടോ. മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണ്? നിന്നെ നീ വന്നപ്പോ മുതൽ പോക്കിത്തരം പറഞ്ഞുകൊണ്ട് നടക്കണം കേട്ടോ. എടാ, മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് കാക്കയ്ക്കും പക്ഷിക്കും ഇടാനല്ല. മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയാൻ. ചോദിക്കൂ. നമ്മുടെ ആണുങ്ങളുടെ മൂക്കിന് താഴെ മീശ വെച്ച് പിടിപ്പിക്കുന്ന മൂക്കൊലിപ്പ് തടയാനാണ്. വിവരമില്ലാത്തവനെ ദുഷ്ട, ഇങ്ങനെ മാറിയില്ലടാ ഇങ്ങോട്ട് ഇടിച്ചതിന്. മോൻ ആടിന് ഇഷ്ടമാണോ? ആടിന് ഇഷ്ടമാണോ? ആടിന് ഇഷ്ടമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആടിനെ കൊണ്ടുള്ള 3 പ്രയോജനങ്ങൾ, 3 ഗുണങ്ങൾ എന്തൊക്കെയാണ് മോനെന്ന് പറഞ്ഞേ? ആടിനെ കൊണ്ടുള്ള 3 ഉപയോഗങ്ങൾ. നമ്പർ 1, ആട് നമുക്ക് പാൽ തരുന്നു. ഓക്കെ. നമ്പർ 2, ആടിന്റെ അമ്മ നമ്മൾക്ക് പാൽ തരുന്നു. നമ്പർ 3, ആടിന്റെ അമ്മൂമ്മ നമുക്ക് പാൽ തരുന്നു. നിർത്തിക്കോ. ഇത്രയും പാല് കുടിച്ചാൽ മതി. ഇനി പാല് കുടിച്ചോണ്ട് പോവല്ലേ. ഇനി നമുക്ക് വേറൊരു പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. മോൻ ഇഷ്ടപ്പെട്ട ഒരു പക്ഷി, അതായത് പക്ഷിയുടെ പേര് പറഞ്ഞേ. കാക്കയാണോടാ ദേശീയ പക്ഷി? ദേശീയ പക്ഷിയാണോടാ കാക്ക? സംസ്ഥാന പക്ഷി. ജില്ലാ പഞ്ചായത്തിന്റെ പക്ഷിയാണോടാ കാക്ക? മുനിസിപ്പാലിറ്റിയാണോടാ? ബ്ലോക്കിന്റെയാണോടാ? കറക്റ്റ്, ഗ്രാമസഭയുടെ പക്ഷിയാണ് കാക്ക. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കാക്കയെ കുറിച്ച് മോൻ 5 വാക്യങ്ങൾ പറഞ്ഞേ. 2 കണ്ണുണ്ട്, 2 കാലുണ്ട്, പിന്നെ നീണ്ട ഒരു ശുണ്ടുണ്ട്. എടാ, പറയുമ്പോ വാക്കുകൾ കറക്റ്റ്. ശുണ്ടല്ല, കാക്കയ്ക്ക് നീണ്ട ഒരു സ്കുണ്ടുണ്ട്. അതെ. പിന്നെ നീണ്ട ഒരു വാലുണ്ട്. വാലുണ്ട്. അടിയിലായിട്ട് നടക്കണേ
എനിക്കറിയാണോ വരെ എന്നതാടാ വാലിന്റെ അടിയിൽ? എന്നതാടാ വാലിന്റെ അടിയിൽ? ദൈവമേ, എടാ മര്യാദക്ക് സംസാരിക്കുക. എന്നതാടാ വാലിന്റെ അടിയിൽ? കുഞ്ഞൊരു എന്തെന്നാടാ? തൂവല് ഭാഗ്യം രക്ഷപ്പെട്ടു. ആട്ടെ മോൻ ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചേ. ഞാൻ സാറിനോടൊരു ചോദ്യം ചോദിക്കട്ടെ? സാറിന് എഴുതാവൂ. നീ ചോദിക്കണ എന്ത് ഞാൻ നിസ്സാരമായിട്ട് എഴുതി കളയും. ആ പേനയും കൊണ്ട് സത്യം സത്യം. ഈ എഴുതിയാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഈ പണി ഈ നിമിഷം ഞാൻ രാജിവെച്ച് പുറത്തു പോകും. സത്യം സത്യം. ഇല്ല ഇല്ല. ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി കോട്ടയത്ത് നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വച്ച് കാള വളവ് തിരിയാൻ പ്രയാസപ്പെട്ടു. അപ്പോ കാളവണ്ടിക്കാരൻ കാളയോട് കാളേ ഞാൻ തോറ്റിട്ടില്ല നീ ഒന്നും കൂടി പറഞ്ഞു. ഞാൻ എഴുതും. അപ്പോ കാളവണ്ടിക്കാരൻ കാളയോട് കാളേ സമ്മതിച്ചു. നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ തോൽവി സമ്മതിക്കുന്നു. ഈ പണി ഞാൻ ഇവിടെ വെച്ച് രാജിവെക്കുന്നു. സന്തോഷമായല്ലോ? എടാ നീയൊക്കെ ഒരു കാര്യം ആലോചിക്കണം. എടാ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാടാ പഠിപ്പിക്കുന്നേ. എന്തറിയാവുന്നു? വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി